ഇപ്പൊ ആൻഡേഴ്സണോ ബ്രോഡോ ഉള്ള ഇംഗ്ലണ്ട് ആണെച്ചാൽ ഈ കളി ഉറപ്പായിട്ട് നമ്മൾ തോൽക്കുന്നേ ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഓൾഡ് ട്രാഫർഡിലത്തെ കണ്ടീഷൻസിൽ അവർ മാസ്റ്റേഴ്സ് ആയിരുന്നു ശരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് എത്ര 9 റണ്ണിന് 4 വിക്കറ്റ് ഒറ്റ ആയത് ഒരു ടെസ്റ്റിൽ അവരുടെ. പക്ഷെ ആ ഒരു ലൈനപ്പ് അല്ല ഇത്. അതേപോലെ അവരുടെ ബാറ്റിങ്ങിലും നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു ഗിയറിൽ കളിക്കാൻ അറിയണ പല കളിക്കാരും പലരും അങ്ങനെയാണ്. അപ്പൊ അവരെ ശരിക്കും ടെസ്റ്റ് ചെയ്യാനുള്ള ബോളിംഗ് ഇന്ത്യക്ക് ഉണ്ട്. പക്ഷെ എനിക്ക് ഈ സീരീസ് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ എനിക്കുള്ള ഒരു പ്രശ്നം, നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല 11 അല്ല പിക്ക് ചെയ്യണം ഒരു കളിയിലും. അതാണ് പ്രശ്നം. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് കുൽദീപ് യാദവ് കളിക്കണില്ല? ഇപ്പൊ 3 ഓൾറൗണ്ടർമാരാണ് നമ്മൾ കഴിഞ്ഞ കളിയിൽ കളിച്ചത്. ലോർഡ്സ് തോറ്റപ്പോ ഇവര് 3 പേരും കൂടി, ഇപ്പൊ നിതീഷ് റെഡ്ഡി പുറത്തായി, പക്ഷെ അവര് കളിച്ചിട്ടുള്ള കളികളൊക്കെ വെച്ചിട്ട് ജഡേജ 99 ഓവറിൽ 3 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ശരിക്കും ജഡേജ ഒരു ബാറ്റ്സ്മാൻ ആയിട്ടാണ് കളിക്കണം. അതുകൊണ്ട് കുഴപ്പമില്ല, 300 റണ്ണിലധികം എടുത്തിട്ടുണ്ട്. ആ പ്ലേസ് അർഹിക്കുന്ന ഒരു കളിക്കാരനാണ്. പക്ഷെ ബാക്കി 2 പേര്, വാഷിംഗ്ടൺ സുന്ദറും നിതീഷ് റെഡ്ഡിയും കൂടി ഒരുമിച്ച് 120 റണ്ണിനടുത്ത് എടുത്തിട്ടുള്ളൂ. ഇവര് 3 പേരും കൂടി ഓൾറൗണ്ടേഴ്സ് പറഞ്ഞിട്ട് 11 വിക്കറ്റ് എടുത്തിട്ടില്ല. അത്ര വിക്കറ്റ് സ്റ്റോക്സ് ഒറ്റയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കളിക്കാരെ സെലക്ട് ചെയ്യണ ഒരു പ്രസക്തി ഇല്ല ശരിക്കും. ജഡേജ ബാറ്റ്സ്മാൻ ആയിട്ട് എടുക്കാം, പക്ഷെ ബാക്കി 2 പേരും സ്പെഷ്യലിസ്റ്റ് അല്ല. കുൽദീപിനെ എടുത്താല് 3 കളിയിൽ ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ അവസാനത്തെ 3 വിക്കറ്റ് ആഡ് ചെയ്തിട്ടുള്ള 67, 72, 116. ഈ പാർട്ട്ണർഷിപ്സ് കാരണമാണ് അവർ സീരീസിൽ മുന്നോട്ട് നിൽക്കുന്നത്. കുൽദീപ് ആ കളികൾ കളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും ആ റൺസ് എടുക്കില്ലായിരുന്നു. എന്താ വെച്ചാൽ ഒരു റിസ്പിന്നറെ ടെയിൽ ആൻഡ് ബാറ്റ്സ്മാനെ റീഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് അവരുടെ റിസ്പിന്നറിന്റെ സ്പെഷ്യാലിറ്റി. അതുകൊണ്ടാണ് ഷെയ്ൻ വോൺ എല്ലാ സീരീസിലും ഇംഗ്ലണ്ടിനെ വട്ടം കറക്കിയിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിലായാലും ഓസ്ട്രേലിയയിലായാലും ടെയിൽ ആൻഡ് ബാറ്റ്സ്മാനെ ഒരിക്കലും പിക്ക് ചെയ്യാൻ പറ്റില്ല. ഈ മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് ദിലീപ് വളരെ കാലം ജീവിച്ച സ്ഥലമാണ്. അവിടെ ഈ കളിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അതുപോലെ കളിയായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഓർമ്മ വിവ് റിച്ചർഡ്സിന്റെ, ഞാൻ നേരിട്ട് ഗ്രൗണ്ടിൽ നിന്ന് കണ്ടതല്ല, ടി വിയിൽ കണ്ട 189 അത് ഓൾഡ് ട്രാഫർഡിൽ വെച്ചിട്ടായിരുന്നു. ആ കളി കാരണം തന്നെയാണ് എനിക്ക് ശരിക്കും ക്രിക്കറ്റിൽ ഇത്രയും ഒരു ഇൻട്രസ്റ്റ് വരാനൊരു മെയിൻ കാരണം അതാണ്. അങ്ങനത്തെ ഒരു ടീമിനെയും അങ്ങനത്തെ ഒരു കളിക്കാരനെയും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല.